Hello, hi dear friends, welcome to yet another session of Word of the Day. അപ്പോൾ Word of the Day സെഷനിൽ നിങ്ങൾ റെഗുലറായിട്ട് ഫോളോ ചെയ്യണ്ടല്ലോ അല്ലേ? ഫോളോ ചെയ്യണം. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ബാങ്ക് എക്സാമിനേഷൻസിൽ നമുക്ക് കമ്പൽസറി ആയിട്ടും വൊക്കാബുലറി ബേസ് ചെയ്ത് ക്വസ്റ്റ്യൻസ് ഉണ്ടാവും, ആൻറ്റണിംസ് സിനണിംസ് ഒക്കെ ബേസ് ചെയ്ത് നമുക്ക് ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. അത് മാത്രമല്ല, ഇപ്പോൾ റീഡിങ് കോംപ്രിഹെൻഷൻ നമുക്ക് വായിക്കുമ്പോൾ അല്ലെങ്കിൽ ഇപ്പോൾ പാരാജമ്പിൾസ് വായിക്കുമ്പോൾ അല്ലെങ്കിൽ വേറെ ഏത് ക്വസ്റ്റ്യൻ ആയാലും ക്വസ്റ്റ്യൻ വായിക്കുമ്പോൾ നമുക്കതിൽ എന്താ തന്നിട്ടുള്ളതെന്നുള്ളതിൻ്റെ മീനിങ് മനസ്സിലാവണമെങ്കിലും നമ്മുടെ വൊക്കാബുലറി നമുക്ക് സ്ട്രോങ് ആയിരിക്കണം. അപ്പോൾ എന്തായാലും നമുക്ക് ഇന്നത്തെ ഈ ഒരു വേർഡ് ഓഫ് ദി ഡേ സെഷനിലേക്ക് പോവാം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോണ വേർഡ് കോൺവലസ്. കോൺവലസ്, യെസ്, കോൺവലസ്. CONVALESCE ആണ്. ശ്രദ്ധിച്ചുള്ള സ്പെല്ലിംഗ്. നമ്മുടെ ഇപ്പം എന്താ പറയുക, നമ്മളിപ്പോൾ ഈ സയൻസിൻ്റെ സ്പെല്ലിംഗ് പറയുമ്പോൾ എന്താണ്? SCIENCE ആണ് അല്ലേ? SCIENCE ആണ്. ഇവിടെ SC വന്നപ്പോഴും നമ്മൾ എങ്ങനെയാണ് പ്രൊനൗൺസ് ചെയ്തത്? SC വന്നപ്പോൾ നമ്മൾ ഇസ് എന്നുള്ളൊരു സൗണ്ടാണ് നമ്മൾ പ്രൊനൗൺസ് ചെയ്തത്. അതേസമയം ഇപ്പോൾ എന്താണ്? സ്കൂള് SCH വന്നു കഴിഞ്ഞപ്പം നമ്മൾ അതിനെ സ്ക് എന്നുള്ള ആ ഒരു സൗണ്ടിലാണ് നമ്മൾ പ്രൊനൗൺസ് ചെയ്യുന്നത്. ഇങ്ങനെയുള്ള ചെറിയ ചെറിയ വേരിയേഷൻസ് ഒക്കെ നമ്മുടെ ഇംഗ്ലീഷ് ലാംഗ്വേജിലുണ്ട്. യെസ്. അപ്പോൾ ഇവിടെ SC എന്ന് വന്നു കഴിഞ്ഞപ്പം നമ്മൾ അതിനെ എങ്ങനെയാണ് പ്രൊനൗൺസ് ചെയ്യുന്നത്? നമ്മൾ ഇസ് എന്നുള്ളൊരു സൗണ്ടിലാണ് പ്രൊനൗൺസ് ചെയ്യണേ. കൺവലസ്, കൺവലസ്. പിന്നെ SC എന്നുള്ളത് മാത്രമല്ല, ലാസ്റ്റ് ഒരു ഈയും കൂടെ ഉണ്ട്. അപ്പോൾ ഈ ഒരു കൺവലസ് അല്ലെങ്കിൽ കോൺവലസ് എന്ന് പറയാം, കോൺവലസ് എന്ന് പറയാം, കൺവലസ് എന്ന് പറയാറുണ്ട്. യെസ്. ഈ ഒരു കോൺവലസ് എന്നുള്ള ഈ ഒരു വേർഡ് വെർബാണ്. യെസ്. അപ്പോൾ ഈ ഒരു വേർഡ് വെർബാന്ന് പറയുമ്പം പിന്നെ ഉള്ളൊരു ക്വസ്റ്റ്യൻ ആണ്, ആ വെർബിൻ്റെ സിംഗുലർ ഫോം എന്താണ്, ആ വെർബിൻ്റെ പാസ്റ്റ് ടെൻസ് എന്താണ്, പാസ്റ്റ് പാർട്ടിസിപ്പിൾ എന്താ, അതേപോലെ പ്രസന്റ് പാർട്ടിസിപ്പിൾ. നമുക്ക് 1 by 1 ആയിട്ട് നോക്കാം. ഈ വെർബിൻ്റെ സിംഗുലർ ഫോം നമുക്ക് ഭയങ്കര ഈസിയാണ്. VALCE. നമ്മൾ ലാസ്റ്റ് ഒരു S ആഡ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? ഈ വെർബിൻ്റെ സിംഗുലർ ഫോം നമുക്ക് കിട്ടും. സിംഗുലർ ഫോം. ഒരു വെർബിൻ്റെ സിംഗുലർ ഫോം എവിടെ യൂസ് ചെയ്യേണ്ടത്, പ്ലൂറൽ ഫോം എവിടെ യൂസ് ചെയ്യേണ്ടത് എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ വെർബിൻ്റെ ആ ഒരു ടോപ്പിക്ക് ഡിസ്കസ് ചെയ്യുമ്പോൾ നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കാം. ഇപ്പോൾ ഫോർ ദ ടൈം ബീയിങ് ഏത് വെർബായാലും അതിന് പ്ലൂറൽ ഫോമും ഉണ്ടാവും, സിംഗുലർ ഫോമും ഉണ്ടാവും. അതേപോലെ അതിന് 4 ഫോംസ് ഉണ്ടാവും. പ്രസന്റ് ടെൻസ് ഉണ്ടാവും, പാസ്റ്റ് ടെൻസ് ഉണ്ടാവും, പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഉണ്ടാവും, അതേപോലെ പ്രസന്റ് പാർട്ടിസിപ്പിൾ ഉണ്ടാവും. അപ്പോൾ ഈ ഓരോരോ ഓരോരോ വെർബിൻ്റെ ഫോമും നമ്മൾ യൂസ് ചെയ്യണത് ഓരോരോ ടെൻസസിലാണ്. പ്രസന്റ് ടെൻസിൽ വരുമ്പോൾ നമ്മൾ പ്രസന്റ് ടെൻസ് യൂസ് ചെയ്യും. കോണ്ടിന്യൂസ് ടെൻസ് ആണെങ്കിൽ നമ്മൾ പ്രസന്റ് പാർട്ടിസിപ്പിൾ യൂസ് ചെയ്യും. പാസ്റ്റ് ടെൻസ് ആണെങ്കിൽ നമ്മൾ പാസ്റ്റ് ടെൻസ് യൂസ് ചെയ്യും. അതേപോലെ പ്രസന്റ് പെർഫെക്റ്റും പാസ്റ്റ് പെർഫെക്റ്റ് ഒക്കെ ആണെങ്കിൽ നമ്മൾ അത്തരം ആ സെൻറ്റൻസസിലൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്ന വെർബിൻ്റെ ഫോം പാസ്റ്റ് പാർട്ടിസിപ്പിൾ ആയിരിക്കും. സോ ഇതിൻ്റെ എല്ലാ ഡീറ്റെയിൽസും കാര്യങ്ങളും ഡീറ്റെയിൽഡ് ആയിട്ട് നമുക്ക് വെർബിൻ്റെ സംഭവങ്ങളും ടെൻസസ് ഒക്കെ ഡിസ്കസ് ചെയ്യുമ്പോൾ നോക്കാം. ഇപ്പോൾ ഇത് ഇത്രയും മാത്രം മനസ്സിലാക്കിയിരിക്കാം. ഇനി ഇതിൻ്റെ പ്രസന്റ് ടെൻസ്, ഒരു വെർബിൻ്റെ പ്രസന്റ് ടെൻസ് എന്ന് പറയുന്നത് ആ സെയിം വേർഡ് തന്നെ ആയിരിക്കും അല്ലേ? യെസ്. അപ്പോൾ V1, V2, V3, V4 എല്ലാ സെഷൻസിലും ഞാൻ റിപ്പീറ്റ് ചെയ്ത് പറയുന്നുണ്ട്. V1 എന്ന് പറഞ്ഞാൽ പ്രസന്റ് ടെൻസ് ആണ്, V2 എന്ന് പറഞ്ഞാൽ പാസ്റ്റ് ടെൻസ് ആണ്, V3 എന്ന് പറഞ്ഞാൽ പാസ്റ്റ് പാർട്ടിസിപ്പിൾ ആണ്, V4 എന്ന് പറയുമ്പോൾ പ്രസന്റ് പാർട്ടിസിപ്പിൾ ആണ്. സോ ഇതിൻ്റെ പ്രസന്റ് ടെൻസ് എന്ന് പറയുന്നത് ഈ സെയിം വേർഡ് നമുക്ക് അങ്ങനെ തന്നെ എഴുതാം. ഇതാണ് ഇതിൻ്റെ പ്രസന്റ് ടെൻസ്. ഈ ഒരു വെർബിൻ്റെ പ്രസന്റ് ടെൻസ് ഫോം ഇതാണ്. പാസ്റ്റ് ടെൻസ് എന്ന് പറയുമ്പം ഈസിയാണ്. നമുക്ക് ലാസ്റ്റ് ഒരു D ആഡ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് പാസ്റ്റ് ടെൻസ് കിട്ടും. ഈ ഒരു വെർബിൻ്റെ പാസ്റ്റ് ടെൻസും പാസ്റ്റ് പാർട്ടിസിപ്പിളും സെയിം ഫോം തന്നെയാണ്, അതായത് കൺവലസ്ഡ്, കോൺവലസ്ഡ്. അതേപോലെ V4 എന്ന് പറയുമ്പോൾ നമ്മൾ ലാസ്റ്റ് ING ആഡ് ചെയ്ത് കൊടുക്കും. കോൺവലസിങ്. മനസ്സിലായല്ലോ? കോൺവലസിങ്. സോ ഇതാണ് ഈ വെർബിൻ്റെ 4 ഫോം. അപ്പം നമുക്കിനി ഈ വേർഡിൻ്റെ മീനിങ്ങിലേക്ക് പോവാം. ഈ വേർഡിൻ്റെ മീനിങ് എന്ന് പറഞ്ഞാൽ ടു റിക്കവർ വൺസ് ഹെൽത്ത്. റിക്കവർ വൺസ് ഹെൽത്ത്. എഴുതുമ്പോൾ പറയാം. യെസ്. ടു റിക്കവർ one's health over a period of time after an illness or
മെഡിക്കൽ ട്രീറ്റ്മെൻറ്റ്. ആഫ്റ്റർ ആൻ ഇൽനെസ് ഓർ മെഡിക്കൽ ട്രീറ്റ്മെൻറ്റ്. യെസ്. സോ എന്താണ് നമ്മുടെ കൺവലസ് അല്ലെങ്കിൽ കോൺവലസ് എന്നുള്ള ഈ ഒരു വെർബിൻ്റെ മീനിങ് എന്താണ്? അതായത് നമ്മൾ ഈസി ആയിട്ട് പറഞ്ഞാൽ എന്താ പറയുക, സുഖം പ്രാപിക്കുക എന്ന് നമ്മൾ പറയും. അതാണ് എക്സാക്റ്റ് ആയ മലയാളത്തിലുള്ള മീനിങ്. അതായത് ഒരാൾ എന്തെങ്കിലും ഒരു വലിയൊരു അസുഖം ബാധിച്ചിരിക്കുമായിരുന്നു, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു മെഡിക്കൽ ട്രീറ്റ്മെൻറ്റ് അല്ല അണ്ടർഗോ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു എന്നിരിക്കട്ടെ. ആ ഒരു എന്താ പറയുക, ആ ഒരു ഇൽനെസ്സിൽ നിന്ന് അല്ലെങ്കിൽ ആ ഒരു മെഡിക്കൽ ട്രീറ്റ്മെൻറ്റിൻ്റെ ഒരു ഫലമായിട്ട് അയാളുടെ ഹെൽത്ത് റീഗെയിൻ ചെയ്തുകൊണ്ടിരിക്കുക, അയാളുടെ ഹെൽത്ത് തിരിച്ചു പിടിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ അവിടെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു വേർഡാണ് കോൺവലസ്. അപ്പോൾ എന്താണ് കോൺവലസ് എന്ന് പറഞ്ഞാൽ, ഒരു ഇൽനെസ്സിൽ നിന്ന് അല്ലെങ്കിൽ ഒരു മെഡിക്കൽ ട്രീറ്റ്മെൻറ്റിൻ്റെ അതിൻ്റെ ഒരു ഫലമായിട്ട് അയാളുടെ നഷ്ടപ്പെട്ടു പോയ ഹെൽത്ത് അയാൾ റീഗെയിൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അല്ലെങ്കിൽ റിക്കവർ ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ നമുക്ക് എന്ത് പറയാൻ പറ്റും? അയാൾ കോൺവലസ് ചെയ്തുകൊണ്ടിരിക്കുക എന്ന് നമുക്ക് പറയാം. ഹി ഈസ് കോൺവലസിങ് ഫ്രം ഹിസ് ഇൽനെസ്. ഹി ഈസ് കോൺവലസിങ് ഫ്രം ഹിസ് ഇൽനെസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? അയാളുടെ ഇൽനെസ്സിൽ നിന്ന് അയാളുടെ എന്താ പറയുക, ഒരു ഹെൽത്ത് കണ്ടീഷൻ അയാൾ തിരിച്ചു പിടിച്ചുകൊണ്ടിരിക്കുകയാണ്, അതിൽ നിന്ന് അയാൾ റിക്കവർ ആയിക്കൊണ്ടിരിക്കുക എന്നാണ് ഈ ഒരു വെർബിൻ്റെ മീനിങ്. മനസ്സിലായല്ലോ? യെസ്. അപ്പം നമുക്കിതിൻ്റെ സിനണിംസ് നോക്കാം. യെസ്. ഇതിൻ്റെ സിനണിംസിലേക്ക് പോണതിന് മുമ്പ് ഓവർ എ പീരീഡ് ഓഫ് ടൈം. എന്താണ് ഓവർ എ പീരീഡ് ഓഫ് ടൈം എന്ന് പറഞ്ഞാൽ? അതായത് കുറച്ച് സമയം. പീരീഡ് ഓഫ് ടൈം എന്ന് പറയുമ്പം യെസ് കുറച്ച് സമയം എന്നുള്ളൊരു മീനിങ് ആണ്, ഒരു നിശ്ചിത സമയം. അപ്പോൾ എന്താണ് ഇവിടെ കുറച്ച് കാലം എന്താ പറയുക, ഒരു ഇൽനെസ് ചെയ്യുന്ന അല്ലെങ്കിൽ ഒരു മെഡിക്കൽ ട്രീറ്റ്മെൻറ്റിൻ്റെ ഒരു ഫലമായിട്ട് അയാളുടെ ഒരു ഗ്രാജുവലായ രീതിയിൽ അയാളുടെ ഹെൽത്ത് തിരിച്ചു പിടിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ അവിടെയാണ് നമ്മൾ ഏത് വേർഡ് യൂസ് ചെയ്യണേ? കോൺവലസ് എന്നുള്ള വേർഡ് യൂസ് ചെയ്യണം. കുറച്ച് സമയമെടുത്ത് പതുക്കെ അയാളുടെ ആ ഒരു ഹെൽത്തിലേക്ക്, പഴയ കണ്ടീഷനിലേക്ക് അയാൾ തിരിച്ചു വന്നുകൊണ്ടിരിക്കുകയാണെങ്കിലാണ് നമ്മൾ കോൺവലസ് എന്നുള്ളൊരു വേർഡ് യൂസ് ചെയ്യണേ. റിക്കവർ എന്നുള്ളത് എന്താണ്? റിക്കവർ എന്നുള്ളത് ഒരു വെർബാണ്. റിക്കവർ എന്ന് പറഞ്ഞാൽ തിരിച്ചു പിടിക്കുക എന്നുള്ള ആ ഒരു മീനിങ്ങിൽ തിരിച്ചു പിടിക്കുക. യെസ്. അല്ലെങ്കിൽ നമുക്ക് എന്ത് പറയാം, ബാക്ക് ടു നോർമൽ, പഴയൊരു അവസ്ഥയിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണെന്നൊക്കെ പറയുന്ന മീനിങ്ങിലാണ് നമ്മൾ റിക്കവർ എന്നുള്ളൊരു വേർഡ് യൂസ് ചെയ്യുന്നത്. യെസ്. റിക്കവർ എന്നുള്ളത് വെർബാണ്. അപ്പോൾ ഈ വെർബിൻ്റെ ഒരു നൗൺ ഫോം ഉണ്ടാവും അല്ലേ? എന്താണ് റിക്കവർ എന്നുള്ള വെർബിൻ്റെ നൗൺ ഫോം? റിക്കവറിയാണ്. റിക്കവർ എന്നുള്ള വെർബിൻ്റെ നൗൺ ഫോമായിട്ട് വന്നത് എന്താണ്? റിക്കവറി. അപ്പം ഹിസ് റിക്കവറി വാസ് വെരി ക്വിക്ക് എന്ന് പറഞ്ഞാലാണ് യെസ് അയാളുടെ പഴയ അവസ്ഥയിലേക്ക് പെട്ടെന്ന് എത്തി. റിക്കവറി എന്നുള്ളത് നൗണാണ്, റിക്കവർ എന്നുള്ളതാണ് വെർബ്. റിക്കവർ എന്നുള്ള വെർബിനെ നമ്മൾ അഡ്ജക്റ്റീവായിട്ട് യൂസ് ചെയ്യുമ്പോൾ നമുക്ക് എങ്ങനെ യൂസ് ചെയ്യാം? ഒന്ന് നമ്മൾ പാസ്റ്റ് പാർട്ടിസിപ്പിൾ യൂസ് ചെയ്യും. ഒരു വെർബ് നമ്മൾ അഡ്ജക്റ്റീവായിട്ട് യൂസ് ചെയ്യുമ്പം നമ്മൾ പാസ്റ്റ് പാർട്ടിസിപ്പിൾ യൂസ് ചെയ്യും അല്ലെങ്കിൽ പ്രസന്റ് പാർട്ടിസിപ്പിൾ യൂസ് ചെയ്യും. സോ ബേസ്ഡ് ഓൺ ദ സിറ്റുവേഷൻ, ആ സിറ്റുവേഷൻ അനുസരിച്ച് അവിടെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ ആണോ അല്ലെങ്കിൽ എന്താ പറയുക പ്രസന്റ് പാർട്ടിസിപ്പിൾ ആണോ എന്ന് നമ്മൾ ഡിസൈഡ് ചെയ്യാം. അപ്പോൾ റിക്കവറിങ് ഒന്നെങ്കിൽ റിക്കവറിങ് യൂസ് ചെയ്യാം അല്ലെങ്കിൽ റിക്കവേർഡ് എന്ന് നമുക്ക് യൂസ് ചെയ്യാം. യെസ്. ഇപ്പോൾ ഇത് വന്നപ്പോൾ ഞാനിത് പറഞ്ഞു എന്നേ ഉള്ളൂ. അതേപോലെ ഇവിടെ ഉള്ള വേറൊരു വേർഡാണ് ട്രീറ്റ്മെൻറ്റ്. ട്രീറ്റ്മെൻറ്റ് എന്ന് പറയുന്നത് എന്താണ്? ട്രീറ്റ് എന്നുള്ളത് എന്താണ്? വെർബാണ്. ട്രീറ്റ് എന്നുള്ള വെർബിൻ്റെ നൗൺ ഫോമാണ് ട്രീറ്റ്മെൻറ്റ്. യെസ്. ട്രീറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ശുശ്രൂഷിക്കുക അല്ലെങ്കിൽ പരിചരിക്കുക. ആ ഒരു മീനിങ്ങിലൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു വേർഡാണ് ട്രീറ്റ് അല്ലേ? ഇപ്പം ശുശ്രൂഷിക്കുക അല്ലെങ്കിൽ ഒരു അസുഖം വരുമ്പോൾ പരിചരിക്കുക എന്നൊക്കെ ഉള്ള ആ ഒരു മീനിങ്ങിൽ നമുക്ക് ട്രീറ്റ് എന്നുള്ളൊരു വേർഡ് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. അപ്പം ട്രീറ്റ്മെൻറ്റ് എന്ന് പറയുമ്പോൾ എന്താണ്? പരിചരണം അല്ലെങ്കിൽ ശുശ്രൂഷ. അപ്പം നൗണാണ്. ട്രീറ്റ്മെൻറ്റ് എന്ന് പറയുന്നത് ട്രീറ്റിൻ്റെ നൗണാണ്. യെസ്. അപ്പോൾ ഈ വേർഡ്സ് ഇവിടെ വന്നപ്പം ഞാനത് പറഞ്ഞു എന്നേ ഉള്ളൂ. യെസ്. നമ്മുടെ വേർഡ് ഓഫ് ദ ഡേ സെഷനിൽ ചിലപ്പോൾ എപ്പോഴെങ്കിലും നമ്മൾ ഈ ട്രീറ്റോ അല്ലെങ്കിൽ റിക്കവറൊക്കെ നമ്മൾ ചിലപ്പോൾ ഡിസ്കസ് ചെയ്തേക്കാം. യെസ്. സോ ഇത്തരം കാര്യങ്ങളൊക്കെ റിക്കവർ എന്താണ്, റിക്കവറി, ട്രീറ്റ്മെൻ്റ് ഒക്കെ മനസ്സിലായല്ലോ. യെസ്. നമുക്കിനി നമ്മുടെ ഈ ഒരു വേർഡിലേക്ക് വരാം, കോൺവലസ്. അപ്പോൾ കോൺവലസ് എന്നുള്ള വേർഡിൻ്റെ സിനണിംസ് നോക്കിക്കോളൂ. കോൺവലസ് വെർബ് ആയതുകൊണ്ട് തന്നെ നമ്മുടെ സിനണിംസ് എല്ലാം എന്തായിരിക്കും? വെർബായിരിക്കും. നമുക്ക് റിക്കവർ എന്നുള്ളൊരു വേർഡ് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. റീകൂപ്പ് എന്നുള്ളൊരു വേർഡ് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. റീകൂപ്പറേറ്റ് എന്നുള്ള വേർഡ് നമുക്ക് യൂസ് ചെയ്യാം.
അതേപോലെ ഗെറ്റ് ഓവർ എന്നുള്ള ഒരു ഫ്രേസൽ വേർബ് നമുക്ക് പറയാൻ പറ്റും. ഗെറ്റ് ഓവർ അല്ലേ? യെസ്, നമ്മൾ ഗെറ്റിൻ്റെ കുറേ ഫ്രേസൽ വേർബ്സും കാര്യങ്ങളൊക്കെ നമ്മുടെ ഡെയിലി ഫ്രേസൽ വേർബ് സെഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്തായിരുന്നു. സോ ആ കൂട്ടത്തിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടാവണം ഗെറ്റ് ഓവർ എന്നുള്ള ഈ ഒരു ഫ്രേസൽ വേർബ്. ഗെറ്റ് ഓവർ എന്ന് പറഞ്ഞാൽ യെസ് റിക്കവർ ആവുക എന്നുള്ള, ടു റീഗെയിൻ എന്നുള്ള ആ ഒരു മീനിങ്ങിലാണ് നമ്മൾ ഗെറ്റ് ഓവർ എന്നുള്ളൊരു വേർഡ് യൂസ് ചെയ്യുന്നത്. യെസ്, റീഗെയിൻ എന്നുള്ള വേർഡ് വേണേലും നമുക്ക് യൂസ് ചെയ്യാം. റീഗെയിൻ എന്ന് പറഞ്ഞാലും തിരിച്ചു പിടിക്കുക എന്നാണ് അതിൻ്റെ മീനിങ്. റീഗെയിൻ. യെസ്, യെസ്, റീഗെയിൻ എന്ന് പറഞ്ഞാലും തിരിച്ചു പിടിക്കുക എന്നാണ്. ഈ ഒരു മീനിങ്ങിൽ, ഈ ഒരു എന്താ പറയുക റിക്കവർ അല്ലെങ്കിൽ കോൺവലസ് എന്നുള്ള ഈ ഒരു മീനിങ്ങിൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റിയ ഒരു ഫ്രേസ് ഉണ്ട്. അതാണ് ഓൺ ദ മെൻറ്റ്. ഓൺ ദ മെൻറ്റ് എന്ന് പറയുന്നത് എന്താണ്? അതൊരു ഫ്രേസാണ്. ഓൺ ദ മെൻറ്റ്, ഓൺ ദ മെൻറ്റ് എന്നുള്ള ഈ ഒരു ഫ്രേസിൻ്റെ മീനിങ് എന്താണെന്ന് വെച്ചാൽ സുഖം പ്രാപിക്കുക. അതായത് നമുക്ക് എന്തെങ്കിലും ഒരു അസുഖം വന്നു എന്നിരിക്കട്ടെ, അപ്പോൾ ആ ഒരു അസുഖം വന്നു എന്ന് പറയുമ്പോൾ യെസ് അതൊരു ഡാമേജ് ആണല്ലോ നമ്മുടെ ഹെൽത്തിന്, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ബോഡി പാർട്ടിന് വന്ന ഒരു ഡാമേജ് ആണ്. അതിന് നമ്മൾ റിപ്പയർ ചെയ്ത് ശരിയാക്കുവാണ്. യെസ്, ആ റിപ്പയർ ചെയ്ത് ശരിയാക്കി നമ്മൾ ബാക്ക് ടു നോർമൽ ആവണതിനാണ് ഏത് വേർഡ് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കണേ? കോൺവലസ് എന്നുള്ള വേർഡ് കൊണ്ട് നമ്മൾ നമ്മുടെ ഹെൽത്തിനെ റീഗെയിൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്, അല്ലെങ്കിൽ നമ്മൾ പഴയ അവസ്ഥയിലേക്ക് നമ്മൾ റിക്കവർ ആയിക്കൊണ്ടിരിക്കുക എന്നുള്ള സിറ്റുവേഷൻസിലാണ് നമ്മൾ കോൺവലസ് എന്നുള്ള ഈ ഒരു വേർഡ് നമ്മൾ യൂസ് ചെയ്യണത്. സോ ആ ഒരു മീനിങ്ങിൽ ഓൺ ദ മെൻറ്റ് എന്നുള്ള ഫ്രേസും നമ്മൾ യൂസ് ചെയ്യണേ. നമ്മളൊരു ഇൽനെസ്സിൽ നിന്ന് നമ്മൾ നമ്മുടെ ഹെൽത്ത് കണ്ടീഷൻ റീഗെയിൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സേ ഫോർ എക്സാമ്പിൾ, ഷി ഹാസ് ബീൻ ഇൽ last 6 months. She has been ill last 6 months, but now she is on the mend. Now she is on the mend എന്ന് പറഞ്ഞാൽ എന്താണ്? അവൾ ഇപ്പോൾ അവളുടെ ഹെൽത്തിനെ റീഗെയിൻ ചെയ്തുകൊണ്ടിരിക്കുക. കഴിഞ്ഞ 6 മാസങ്ങളായി she has been ill for the last 6 months. കഴിഞ്ഞ 6 മാസങ്ങളായിട്ട് അവൾക്ക് ഭയങ്കര അസ്വസ്ഥതകളൊക്കെ ആയിരുന്നു. but now she is on the mend. now she is on the mend എന്ന് പറഞ്ഞാൽ ഇപ്പോൾ അവളുടെ ഹെൽത്ത് കണ്ടീഷൻ, അവളുടെ നോർമൽ ആ ഒരു കണ്ടീഷനിലേക്ക് അവൾ വന്നുകൊണ്ടിരിക്കുകയാണ്, അവൾ സുഖം പ്രാപിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നുള്ളൊരു മീനിങ്ങിലാണ് ഓൺ ദ മെൻറ്റ് എന്നുള്ള ഒരു ഫ്രേസ് നമ്മൾ യൂസ് ചെയ്യുന്നത്. സോ ഇതൊക്കെയാണ് നമ്മുടെ എന്താ പറയുക കോൺവലസ് എന്നുള്ള വേർഡിൻ്റെ എന്താ പറയുക സിനണിംസ്. റിക്കവർ നമുക്കറിയാം, പഴയ അവസ്ഥയിലേക്ക് നമ്മൾ തിരിച്ചു വന്നതിനെയാണ്. റീകൂപ്പ് എന്ന് പറഞ്ഞാലും അതാണ്, റീഗെയിനിങ് സംതിങ്, എന്തെങ്കിലും ഒരു സംഭവം നമ്മൾ തിരിച്ചു പിടിച്ചുകൊണ്ടിരിക്കുന്നതിനെയാണ് റീകൂപ്പ് എന്നുള്ളൊരു വേർഡ്. റിക്കൂപ്പറേറ്റ്, ഇവിടുത്തെ റീകൂപ്പിൻ്റെ സ്പെല്ലിങ് ശ്രദ്ധിക്കുക, RECOUP ആണ്. റിക്കൂപ്പറേറ്റ് വരുമ്പം RECUPERAT ആണ്. നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇംഗ്ലീഷ് ലാംഗ്വേജിൽ അല്ലെങ്കിൽ ഇംഗ്ലീഷ് പേപ്പറിൽ നമുക്ക് എക്സാമിനേഷൻസിൽ, ബാങ്ക് എക്സാമിനേഷൻസിൽ അവർ ക്വസ്റ്റ്യൻസും കാര്യങ്ങളൊക്കെ ചോദിക്കുമ്പോൾ ചില സിറ്റുവേഷൻസിൽ സ്പെല്ലിംഗ് മിസ്റ്റേക്സ് ഉണ്ടാവും. ഇപ്പോൾ ചില ക്വസ്റ്റ്യൻ ഇപ്പോൾ നിങ്ങൾക്ക് തന്നിട്ടുണ്ട്, ഇപ്പോൾ എന്താണ്, ഇപ്പോൾ കോൺവലസ് എന്നുള്ള വേർഡ് തന്നെ ആയിക്കോട്ടെ, അതിൻ്റെ സിനണിം ഏതാണെന്ന് ഒരു 4-5 ഓപ്ഷൻ തന്നിട്ട് നിങ്ങളോട് കണ്ടുപിടിക്കാൻ പറയുമ്പോൾ ഒന്ന് ചിലപ്പോൾ കറക്റ്റായ ഒരു സ്പെല്ലിംഗ് ആയിരിക്കാം. ഒന്ന് റിക്കൂപ്പറേറ്റ്, ഒന്നെങ്കിൽ അവർ കറക്റ്റായി ഈ ഒരു സ്പെല്ലിംഗ് തരാം. അപ്പോൾ 5 ഓപ്ഷൻസിൽ നിന്ന് നമുക്ക് കറക്റ്റായി ഈ ഒരു ഓപ്ഷൻ കണ്ടുപിടിക്കാൻ പറ്റും. ഇല്ലെങ്കിൽ അവരെങ്ങനെ തരും? കറക്റ്റായ സ്പെല്ലിങ്ങിന് പകരം ചിലപ്പോൾ തെറ്റിച്ചൊരു സ്പെല്ലിംഗ് തരും, റിക്യൂപ്പറേറ്റ്. എന്നിട്ട് നമ്മുടെ ഓപ്ഷൻസിൽ നൺ ഓഫ് ദീസ് എന്നൊരു ഓപ്ഷനും ഉണ്ടാകും. നമ്മുടെ 4-5 ഓപ്ഷൻസിൽ നൺ ഓഫ് ദീസ് എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ടാവും. നമ്മൾ കോൺവലസ് എന്നുള്ള ഈ ഒരു വേർഡ് കാണുമ്പം റിക്യൂപ്പറേറ്റ് നമ്മൾ പഠിച്ചിട്ടുണ്ട്, അത് കോൺവലസ് എന്നുള്ള വേർഡിൻ്റെ സിനണിം ആണ്. സോ ഇതും റിക്യൂപ്പറേറ്റ് ആണ്. ഓക്കെ, നമ്മൾ അതാണ് കറക്റ്റ് എന്ന് പറഞ്ഞ് ടിക്ക് ചെയ്ത് പോകും, പക്ഷേ അത് റോങ് ആണ്. അപ്പോൾ നമ്മളൊരു വേർഡ് പഠിക്കുമ്പോൾ അതിൻ്റെ മീനിങ് പഠിക്കുന്നതോടൊപ്പം അതിൻ്റെ സിനണിംസ് ഒക്കെ പഠിക്കണ കൂട്ടത്തിൽ അത് ഓരോ വേർഡിൻ്റെയും സ്പെല്ലിങ് നമ്മൾ പ്രോപ്പറായിട്ട് പഠിക്കണം. ഓരോ വേർഡിൻ്റെയും സ്പെല്ലിങ് നമ്മൾ പ്രോപ്പറായിട്ട് പഠിക്കണം. സോ ഇവിടുത്തെ റീകൂപ്പിൻ്റെ സ്പെല്ലിംഗ് എന്താണ്? RECOUP ആണ്. റിക്കൂപ്പറേറ്റ് എന്ന് വന്നു കഴിയുമ്പം അവിടെ O ഇല്ല, അവിടെ CUA ഉള്ളൂ. മനസ്സിലായല്ലോ? യെസ്. സോ ഇതൊക്കെയാണ് എന്ത് നമ്മുടെ കോൺവലസ് എന്നുള്ള വേർഡിൻ്റെ സിനണിം. ഇനി കോൺവലസ് എന്നുള്ള ഈ ഒരു വേർഡിൻ്റെ ആൻറ്റണിം നമുക്ക് ഒന്നേ ഉള്ളൂ, ഡിറ്റീറിയോറേറ്റ്. ഡിറ്റീറിയോറേറ്റ്. എന്താണ് ഡിറ്റീറിയോറേറ്റ് എന്നുള്ള വേർഡിൻ്റെ മീനിങ്? ഡിറ്റീറിയോറേറ്റ് എന്നുള്ള വേർഡിൻ്റെ മീനിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വഷളാവുക എന്നാണ്.
അല്ലേ? അതായത് കോൺവലസ് എന്നുള്ള വേർഡിന്റെ മീനിങ് എന്താണ്? നമ്മൾ മെച്ചപ്പെട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്, അല്ലെങ്കിൽ പഴയ ഒരു അവസ്ഥ നമ്മൾ റീഗെയിൻ ചെയ്തുകൊണ്ടിരിക്കുക എന്നുള്ള മീനിങ്ങിലാണ് നമ്മൾ കോൺവലസ് എന്നുള്ള വേർഡ് യൂസ് ചെയ്യണം. പക്ഷെ ഡിറ്റീറിയറേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ക്ഷയിച്ചുകൊണ്ടിരിക്കുകയാണ്, അല്ലെങ്കിൽ വഷളായിക്കൊണ്ടിരിക്കുകയാണ്, ഒരു ഗ്രാജുവലായി നമ്മൾ ഒരു വേഴ്സ്റ്റായ ഒരു കണ്ടീഷനിലേക്ക് നമ്മൾ പൊക്കോണ്ടിരിക്കണം. അത്തരം സിറ്റുവേഷൻസിൽ നമ്മൾ യൂസ് ചെയ്യണ ഒരു വേർഡാണ് ഡിറ്റീറിയറേറ്റ്. യെസ്, അപ്പോൾ കോൺവലസ് എന്നുള്ള ഈ ഒരു വെർബിന്റെ ആന്റണിം ആണ് ഡിറ്റീറിയറേറ്റ്. മനസ്സിലായല്ലോ? യെസ്. അപ്പോൾ ഈ ഒരു വെർബിന്റെ നൗൺ ഫോം നമുക്ക് നോക്കാം. അപ്പോൾ കോൺവലസ് എന്നുള്ള ഈ ഒരു വെർബിന്റെ നൗൺ ഫോം ഞാൻ ഈ സിനണിം ആന്റണിമും മായ്ക്കാം. സിനണിംസും ആന്റണിംസും ഒക്കെ മനസ്സിലായല്ലോ അല്ലേ? സിമ്പിളാണ് കോൺവലസ് എന്നുള്ള വേർഡ്. യെസ്, വെരി ഈസി ആയ ഒരു വേർഡാണ്. ഭയങ്കര ഈസി ആയ ഒരു വേർഡാണ്. ഈസി ആണെങ്കിലും നമ്മുടെ ബാങ്ക് എക്സാമിനേഷൻ്റെ കാര്യമൊക്കെ പറയുമ്പോൾ കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയ ഒരു വേർഡാണ്. കാരണം ചില സമയത്ത് നമുക്ക് റീഡിങ് കോംപ്രിഹെൻഷനിലൊക്കെ ഒരു പാരഗ്രാഫ്സ് പാസേജസ് തന്നെ സമയത്ത് ചിലപ്പം ഏതെങ്കിലും ഒരു ഹോസ്പിറ്റലിൻ്റെ കാര്യം, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഡിസീസിൻ്റെ കാര്യങ്ങളോ, അല്ലെങ്കിൽ ഇപ്പം ഏതെങ്കിലും ഒരു ഒരു യുദ്ധത്തിൻ്റെ കാര്യങ്ങളൊക്കെ ചിലപ്പോൾ അവർ തരും നമ്മുടെ റീഡിങ് കോംപ്രിഹെൻഷൻ. സ്വാഭാവികമായിട്ട് യുദ്ധമൊക്കെ ആകുമ്പോൾ ഒരുപാട് സോൾജേഴ്സിനും കാര്യങ്ങൾക്കൊക്കെ ഇഞ്ചുറീസും കാര്യങ്ങളൊക്കെ വരും അല്ലേ? സോൾജേഴ്സിന് അല്ലെങ്കിൽ പബ്ലിക് പീപ്പിളിനോ ചിൽഡ്രനോ ഒക്കെ കുറേ ഇഞ്ചുറീസും കാര്യങ്ങളൊക്കെ വരും. സോ അങ്ങനത്തെ പാസേജസും കാര്യങ്ങളൊക്കെ തരുമ്പം ഇങ്ങനെ ഒരു വേർഡ് നമുക്ക് കാണാനുള്ള ചാൻസ് കൂടുതലാണ്. സോ ഈ വേർഡ് നമ്മൾ അറിഞ്ഞിരിക്കുക എന്നുള്ളത് ഒരു ഇമ്പോർട്ടൻ്റ് ആയ ഒരു കാര്യമാണ്. യെസ്, അപ്പോൾ നമുക്ക് ഈ ഒരു വേർഡിൻ്റെ നൗൺ ഫോം നോക്കാം. ഈ വേർഡിൻ്റെ നൗൺ ഫോം എന്ന് പറയുന്നത് ഈസിയാണ്. ഇതുവരെയാണ് നമ്മുടെ ഈ വേർഡ് അല്ലേ? ഈ വേർഡ് എന്ന് പറയുന്നത് ഇതുവരെയാണ്. സോ ഇതിൻ്റെ നൗൺ ഫോം ചെയ്യാൻ വേണ്ടി നമ്മൾ ലാസ്റ്റ് ഒരു NCE ആഡ് ചെയ്ത് കൊടുക്കുക. സോ എന്താണ് കോൺവലസ് എന്നുള്ള വെർബിൻ്റെ നൗൺ ഫോം? കോൺവലസൻസ് എന്നുള്ളതാണ് കോൺവലസ് എന്നുള്ള വെർബിൻ്റെ നൗൺ ഫോം. എന്താണ് കോൺവലസൻസ് എന്ന് പറയുമ്പോൾ എന്താണ്? ആ ഒരു റിക്കവറി പ്രോസസ്സിനെയാണ് നമ്മൾ കോൺവലസൻസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. റിക്കവർ ആയി വന്നതിനെയാണ് നമ്മൾ കോൺവലസ് ചെയ്യുക എന്ന് പറയുന്നത് അല്ലേ? റിക്കവർ ആയി വന്നതിനെയാണ് നമ്മൾ കോൺവലസ് ചെയ്യുക എന്ന് പറയുന്നത്. പക്ഷെ കുറച്ച് സമയമെടുത്ത് ആ റിക്കവർ ആയി വന്ന ആ പ്രോസസ്സ് ഉണ്ടല്ലോ, ആ ഒരു പ്രോസസ്സ് അല്ലെങ്കിൽ ആ ഒരു സമയത്തിനെയാണ് നമ്മൾ എന്ത് പറയണേ? കോൺവലസൻസ് എന്ന് പറയണേ. കോൺവലസൻസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ആ റിക്കവർ ആയിക്കൊണ്ട് വരുന്ന ആ ഒരു പീരീഡിനെയാണ്, അല്ലെങ്കിൽ ആ ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? കോൺവലസൻസ് എന്ന് നമ്മൾ പറയണം. മനസ്സിലായല്ലോ? യെസ്. ഇനി നമുക്കിതിനൊരു ഈ ഒരു കോൺവലസ് എന്നുള്ള ഈ ഒരു വെർബിന്റെ അഡ്ജക്റ്റീവ് ഫോം ഉണ്ട്, കോൺവലസെന്റ്. ഈ അഡ്ജക്റ്റീവ് ഫോം ആയ ഈ ഒരു വേർഡ് കോൺവലസെന്റിന്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഈ സെയിം വേർഡ് തന്നെ നമുക്ക് അഡ്ജക്റ്റീവ് ആയിട്ടും യൂസ് ചെയ്യാൻ പറ്റും, ഈ സെയിം വേർഡ് തന്നെ നമുക്ക് നൗൺ ആയിട്ടും യൂസ് ചെയ്യാൻ പറ്റും. ഈ സെയിം വേർഡ് കോൺവലസെന്റ് എന്നുള്ള ഈ ഒരു വേർഡ് നമുക്ക് നൗൺ ആയിട്ടും യൂസ് ചെയ്യാം, അഡ്ജക്റ്റീവ് ആയിട്ടും യൂസ് ചെയ്യാം. യെസ്, എങ്ങനെയാണ് നൗൺ ആയിട്ട് യൂസ് ചെയ്യണം? നമ്മൾ ഏതോ ഒരു വേർഡ് ഓഫ് ദ ഡേ സെഷനിൽ നമ്മൾ റെസിഡൻറ്റ് എന്നുള്ളൊരു വേർഡ് ഡിസ്കസ് ചെയ്തായിരുന്നു. റെസിഡൻറ്റ് അല്ലേ? ഓൾ ദ റെസിഡൻസ് ഹു ആർ സ്റ്റേയിങ് ഹിയർ ആർ ആസ്ക്ഡ് ടു പേ 5% ഓഫ് ടാക്സസ് ആനുവലി. ഇവിടെ താമസിക്കുന്ന എല്ലാ ആൾക്കാരോടും ആനുവലി 5% ടാക്സ് പേ ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട്. യെസ്, അപ്പൊ റെസിഡന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? താമസിക്കുന്ന ആൾക്കാരാണ് അല്ലേ? ആ ഒരു സെയിം കാറ്റഗറിയിലുള്ള ഒരു വേർഡാണ് കോൺവലസെന്റ്. അപ്പൊ കോൺവലസെന്റിന് നമ്മൾ നൗൺ ആയിട്ട് യൂസ് ചെയ്യുമ്പോൾ അങ്ങനെ റിക്കവർ ആയി വന്നുകൊണ്ടിരിക്കണ ആള്, ആ ഒരു പേഴ്സണെയാണ് നമ്മൾ കോൺവലസെന്റ് എന്നുള്ളൊരു വേർഡ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സേ ഫോർ എക്സാമ്പിൾ, I met a convalescent in the hospital. Yes. He was so grateful to the doctor. അപ്പം ഞാൻ സുഖം പ്രാപിച്ചുകൊണ്ടിരിക്കണ ഒരാളെ ഞാൻ ഇന്ന് ഹോസ്പിറ്റലിൽ കണ്ടു. അയാളുടെ എന്താ പറയുക, ആ ഡോക്ടറിനോട് അയാൾക്ക് ഭയങ്കര ഒരു നന്ദിയാണ്. അപ്പോൾ കോൺവലസെന്റ് എന്ന് പറഞ്ഞാൽ യെസ്, റിക്കവർ ആയി വന്നുകൊണ്ടിരിക്കണ ആൾ. അപ്പം നിങ്ങൾക്ക് പരിചയമുള്ള ആരെങ്കിലും ഒരു ഇൽനെസ്സിൽ നിന്ന് അവരവരുടെ ബാക്ക് ടു നോർമൽ കണ്ടീഷനിലേക്ക് റിക്കവർ ആയി വന്നുകൊണ്ടിരിക്കുകയാണെങ്കിൽ ആ ആളെ നമ്മൾ എങ്ങനെ പറയും? യെസ്, ഹീ ഈസ് എ കോൺവലസെന്റ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ഇനി ഈ സെയിം വേർഡ് കോൺവലസെന്റ് എന്നുള്ള വേർഡ് നമുക്ക് അഡ്ജക്റ്റീവ് ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാം. റിക്കവർ ആവുന്ന, സുഖം പ്രാപിക്കുന്ന എന്നുള്ള ആ ഒരു മീനിങ്ങിൽ.
all the convalescent soldiers are shifted to the room from the ICU. അല്ലേ, എല്ലാ സുഖം പ്രാപിച്ചുകൊണ്ടിരിക്കുന്ന സോൾജേഴ്സ്. സോൾജർ എന്ന് പറയുന്നത് എന്താണ്? നൗൺ ആണ്. സോൾജർ എന്ന് പറഞ്ഞാൽ പട്ടാളക്കാരൻ. സോൾജർ എന്ന് പറയുന്നത് നൗൺ ആണ്. സോ ആ നൗണിനെ ക്വാലിഫൈ ഏത് സോൾജേഴ്സിനെയാണ്, ഏത് ടൈപ്പ് ഓഫ് സോൾജേഴ്സിനെയാണ് നമ്മൾ റൂമിൽ നിന്ന് നമ്മുടെ ICU റൂമിലേക്ക് മാറ്റിയത്? അവരുടെ ഒരു ബാക്ക് ടു നോർമൽ റിക്കവർ ആയിക്കൊണ്ടിരിക്കുന്ന സോൾജേഴ്സ്. സോ സോൾജേഴ്സ് എന്നുള്ള ആ ഒരു വേർഡിനെ ക്വാലിഫൈ ചെയ്യാനാണ് കോൺവലസെന്റ് എന്നുള്ള വേർഡ് നമ്മൾ യൂസ് ചെയ്ത്. ഒബ്വിയസ്ലി അത് എന്താണ്? അഡ്ജക്റ്റീവ് ആണ്. അപ്പോൾ കോൺവലസെന്റ് എന്നുള്ള ഈ ഒരു വേർഡ് നമുക്ക് അഡ്ജക്റ്റീവ് ആയിട്ടും യൂസ് ചെയ്യാം, നൗൺ ആയിട്ടും യൂസ് ചെയ്യാം, ബേസ്ഡ് ഓൺ ദ സിറ്റുവേഷൻ. അത് ഏത് സിറ്റുവേഷൻ ആണോ അതിനനുസരിച്ച് ഐദർ സെയിം വേർഡ് നമുക്ക് അഡ്ജക്റ്റീവ് ആക്കാം, ഈ വേർഡ് തന്നെ നമുക്ക് നൗൺ ആയിട്ടും യൂസ് ചെയ്യാം. പിന്നെ പറഞ്ഞ പോലെ ഈ ഒരു വേർഡ് നമുക്ക് നൗൺ ആയിട്ട് കോൺവലസൻസ് എന്ന് വരുമ്പോൾ എന്താണ്? ആ ഒരു ടൈം പീരീഡ് ആണ്, നമ്മൾ ആ റിക്കവർ ആയിക്കൊണ്ടിരിക്കണ ആ ഒരു സമയം അല്ലെങ്കിൽ ആ ഒരു പ്രോസസ്സ് അല്ലേ. He was injured bad. He was injured very bad. He was injured very bad, and all the injuries were severe. All the injuries were severe. അയാൾ ഭയങ്കരമായിട്ട് അയാൾക്ക് ഒരുപാട് ഇഞ്ചുറീസ് ഉണ്ടായി. എല്ലാ ഇഞ്ചുറീസും ഭയങ്കര ഡീപ്പും സിവിയറുമാണ്. യെസ്, his convalescence may take some months. His convalescence may take some months. എന്ന് പറഞ്ഞാൽ എന്താണ് അയാളുടെ? He was badly injured and all the injuries were very severe or very deep. എങ്ങനെ വേണമെങ്കിലും പറയാം. ഭയങ്കര സിവിയർ ആയിരുന്നു അല്ലെങ്കിൽ ഭയങ്കര ഡീപ്പായ ആഴത്തിലുള്ള മുറിവുകളായിരുന്നു. സോ his convalescence may take some months. അല്ലേ, അയാളുടെ ആ ഒരു റിക്കവറി, അയാൾ തിരിച്ചു വരാൻ കുറച്ച് മാസങ്ങൾ എടുത്തേക്കാം. സോ ആ ഒരു റിക്കവറിക്ക്, ആ ഒരു പ്രോസസ്സിന് കുറച്ചധികം മാസങ്ങൾ എടുക്കുന്നതാണ് തോന്നുന്നത്. അപ്പം ആ ഒരു പ്രോസസ്സ് റിക്കവറി എന്ന് യൂസ് ചെയ്യണം. ആ ഒരു സിറ്റുവേഷനിൽ നമുക്ക് ഏത് വേർഡ് യൂസ് ചെയ്യാൻ പറ്റും? കോൺവലസൻസ് എന്നുള്ളൊരു വേർഡ് നമുക്ക് യൂസ് ചെയ്യാം. കോൺവലസൻസ് എന്നുള്ള ഈ ഒരു വേർഡിൻ്റെ സിനോണിമായിട്ട് നമ്മൾ പറയുമ്പോൾ നമുക്ക് എന്ത് പറയാം? നമുക്ക് റിക്കവറി പറയാം അല്ലേ, റിക്കവറി. കാരണം റിക്കവർ എന്നുള്ള വേർഡിൻ്റെ നൗൺ ഫോം ആണ് റിക്കവറി. പിന്നെ നമുക്ക് റീകൂപ്മെന്റ് പറയാം, റീകൂപ്മെന്റ്. കാരണം റീകൂപ്പ് എന്നുള്ള വേർഡിൻ്റെ നൗൺ ഫോം ആണ് റീകൂപ്മെന്റ്. പിന്നെ നമുക്ക് എന്ത് പറയാം? റെക്യൂപ്പറേഷൻ എന്ന് പറയാം. റെക്യൂപ്പറേഷൻ കാരണം എന്താണ്? റെക്യൂപ്പറേഷൻ എന്നുള്ളത് റെക്യൂപ്പറേറ്റ് എന്നുള്ള വേർഡിന്റെ നൗൺ ആണ്. റീകൂപ്മെന്റ് എന്തിന്റെ നൗൺ ആണ്? റീകൂപ്പ് എന്നുള്ള വെർബിന്റെ നൗൺ ആണ്. റെക്യൂപ്പറേഷൻ എന്ന് പറയുന്നത് റെക്യൂപ്പറേറ്റ് എന്നുള്ള വേർഡിന്റെ നൗൺ ആണ്. സോ ഈ വേർഡ്സ് ഒക്കെ നമുക്ക് യൂസ് ചെയ്യാം. റിക്കവറി, റീകൂപ്മെന്റ്, റീകൂപ്പറേഷൻ ഒക്കെ നമ്മൾ നേരത്തെ എന്താ പറയുക, കോൺവലസ് എന്നുള്ള ആ ഒരു വേർഡ് നമ്മൾ പറഞ്ഞപ്പം അതിൻ്റെ വെർബാണ് നമ്മൾ അതിൻ്റെ സിനോണിംസ് ആയിട്ട് യൂസ് ചെയ്ത്. ഇവിടെ കോൺവലസൻസ് എന്ന് വരുമ്പം നമുക്ക് ഇവിടെയൊക്കെ യൂസ് ചെയ്യാൻ പറ്റണത് അതിൻ്റെ ആ ഒരു വെർബ് വേർഡ്സിൻ്റെ നൗൺ ഫോം നമുക്ക് യൂസ് ചെയ്യാം. ഇതൊക്കെ എന്താണ്? അതിൻ്റെ സിനോണിംസ് ആണ്. ആന്റണിമായി നമുക്ക് എന്ത് പറയാൻ പറ്റും? ഡിറ്റീറിയോറേഷൻ എന്ന് നമുക്ക് പറയാം. ഡിറ്റീറിയോറേഷൻ. അപ്പോൾ ഡിറ്റീറിയോറേറ്റ് എന്നുള്ള വേർഡിൻ്റെ വേർഡ് എന്താണ്? വെർബാണ്. ആ വെർബിൻ്റെ നൗൺ എന്താണ്? ഡിറ്റീറിയോറേഷൻ. അപ്പോൾ ഡിറ്റീറിയോറേഷൻ എന്നുള്ളതാണ് കോൺവലസൻസ് എന്നുള്ള വേർഡിൻ്റെ ആന്റണിമായിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റണം. മനസ്സിലായല്ലോ? യെസ്. അപ്പം നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്ത വേർഡ് കോൺവലസ് എന്നുള്ളൊരു വേർഡാണ്. യെസ്, കുറേ പേർക്കെങ്കിലും അറിയാൻ പാടില്ലാത്ത ഒരു വേർഡാണ് കോൺവലസ് എന്നുള്ള ഒരു വേർഡ് എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. യെസ്, നമ്മൾ അധികം നമ്മുടെ ഒരു ഡെയിലി യൂസേജിൽ നമ്മൾ അധികം യൂസ് ചെയ്യാത്ത അല്ലെങ്കിൽ അധികം കേട്ട് പരിചയമില്ലാത്തൊരു വേർഡാണ് കോൺവലസ് അല്ലേ. സോ എന്താണ് കോൺവലസ് എന്ന് പറഞ്ഞാൽ നമ്മൾ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന ഒരു വേർഡാണ്. നമ്മൾ റീഗെയിൻ യൂസ് ചെയ്യാറുണ്ട്, നമ്മൾ റിക്കവർ യൂസ് ചെയ്യാറുണ്ട്. പക്ഷെ എന്നാലും കോൺവലസ് എന്നുള്ളൊരു വേർഡ് നമ്മൾ അധികം നമ്മുടെ ഒരു ഡെയിലി ലൈഫിൽ നമ്മൾ യൂസ് ചെയ്ത് കാണാത്തൊരു വേർഡാണ്. യെസ്, പക്ഷേ എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ നമുക്ക് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയ ഒരു വേർഡാണ് കോൺവലസ്. യെസ്, അപ്പോൾ ഈ കോൺവലസ് എന്നുള്ള വേർഡ് എന്താണ്? നമുക്ക് കുറച്ചധികം ദിവസം ഒരു വയ്യാത്തൊരു അവസ്ഥയിൽ നിന്ന് നമ്മൾ കുറച്ച് ടൈം എടുത്ത് നമ്മുടെ ഒരു നമ്മുടെ ആ ഒരു ഹെൽത്ത് കണ്ടീഷൻ നമ്മൾ റീഗെയിൻ ചെയ്യണതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? കോൺവലസ് എന്ന് പറയുന്നത്. കോൺവലസൻസ് എന്ന് പറഞ്ഞാൽ ആ ഒരു ടൈം പീരീഡ് അല്ലെങ്കിൽ ആ ഒരു റിക്കവറിനെയാണ് നമ്മൾ കോൺവലസൻസ് എന്നുള്ള ആ ഒരു വേർഡ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. പിന്നെ ഇതിൻ്റെ സിനോണിംസ് ആയിട്ട് നമുക്ക് പറയാൻ പറ്റുന്ന വേർഡാണ്. നമുക്ക് റിക്കവർ പറയാം, റീകൂപ്പ് പറയാം, റെക്യൂപ്പറേറ്റ് പറയാം, ഗെറ്റ് ഓവർ ഒക്കെ നമുക്ക് പറയാൻ പറ്റും. അപ്പോൾ ഇതിൻ്റെ നൗൺ ഫോമിൻ്റെ കോൺവലസ് എന്നുള്ള വേർഡിൻ്റെ നൗൺ ഫോമിൻ്റെ സിനോണിംസ് വേണമെങ്കിൽ നമ്മൾ ഈ പറഞ്ഞ വെർബ്സിൻ്റെ എല്ലാം നൗൺ ഫോംസ് നമുക്ക് അവിടെ യൂസ് ചെയ്യാൻ പറ്റും. അതേപോലെ ഇപ്പോൾ സേ ഫോർ എക്സാമ്പിൾ നിങ്ങളുടെ എക്സാമിന് കോൺവലസൻസ് എന്നുള്ള ഈ ഒരു വേർഡിൻ്റെ ഏതെങ്കിലും ഒരു സിനോണിമാണ് ചോദിച്ചതെന്നിരിക്കട്ടെ, നിങ്ങളുടെ ഓപ്ഷനിൽ തന്നിട്ടുള്ളത് റിക്കവർ എന്നുള്ളൊരു വേർഡാണ്.
നിങ്ങൾക്ക് 4-5 ഓപ്ഷൻസ് തന്നിട്ടുണ്ടാവും. അതിലൊരു വേർഡ് റിക്കവറി ആണ്. ലാസ്റ്റ് ഓപ്ഷൻ നൺ ഓഫ് ദീസ് ആണെന്ന് ഇരുന്നോട്ടെ. ലാസ്റ്റ് ഓപ്ഷൻ നൺ ഓഫ് ദീസ് ആണെന്നിരുന്നോട്ടെ. ഓക്കെ, കോൺവലസൻസ് എന്ന് പറഞ്ഞാൽ റിക്കവർ ആയി വന്നതാണ്. അപ്പം തന്നെ നമുക്ക് റിക്കവർ എന്നുള്ള ഈ വേർഡ് ടിക്ക് ചെയ്യാന്ന് പറഞ്ഞ് നമ്മൾ ടിക്ക് ചെയ്താൽ അത് തെറ്റിപ്പോവും. ഇവിടെ നൗൺ ആണെങ്കിൽ അതിൻ്റെ സിനണിമും എന്തായിരിക്കണം? നൗൺ ആയിരിക്കണം. അപ്പം റിക്കവറി എന്ന് തന്നിട്ടുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് കോൺവലസൻസ് എന്നുള്ള വേർഡിൻ്റെ സിനണിമായിട്ട് പറയാൻ പറ്റുള്ളൂ. അതേപോലെ ഇപ്പോൾ കോൺവലസ് എന്നുള്ള വേർഡിൻ്റെ സിനണിമാണ് ചോദിച്ചതെങ്കിൽ അവിടെ വെർബായിരിക്കണം തന്നിട്ടുണ്ടാവേണ്ടത്. വേറെ ഏതെങ്കിലും ഫോം ആണെങ്കിൽ നമുക്ക് ആ ഒരു വേർഡ് നമുക്ക് ചൂസ് ചെയ്യാൻ പറ്റില്ല. അപ്പം നൺ ഓഫ് ദീസ് എന്നൊരു ഓപ്ഷൻ ഉണ്ടെങ്കിൽ യെസ്, കറക്റ്റായ ഓപ്ഷൻ എന്ന് പറയുന്നത് നൺ ഓഫ് ദീസ് ആയിരിക്കും. അപ്പോൾ അതിൻ്റെ ആ ഒരു ഫോമിനെ കുറിച്ചിട്ടൊക്കെ നമുക്ക് കറക്റ്റായ ഒരു ധാരണ ഉണ്ടായിരിക്കണം. മനസ്സിലായല്ലോ? യെസ്. സോ ഇതൊക്കെയാണ് നമുക്ക് കോൺവലസ് എന്നുള്ള വേർഡിനെ കുറിച്ച് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ. യെസ്. അപ്പോൾ നമ്മുടെ ഈ ഒരു സെഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്ത എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് മനസ്സിലായല്ലോ അല്ലേ? യെസ്, എല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞിട്ടുണ്ട് എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. എന്തെങ്കിലും എവിടെയെങ്കിലുമൊക്കെ നിങ്ങൾക്ക് ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കോമെൻറ്റ് സെക്ഷനിൽ ചോദിച്ചാൽ മതി. അവിടെ പറയാൻ പറ്റുന്ന കാര്യമാണെങ്കിൽ അവിടെ പറയാം, ഇല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സെഷനിൽ നമുക്ക് ഡിസ്കസ് ചെയ്ത് പോവാം. യെസ്. അപ്പോൾ നമ്മുടെ ഈ ഒരു ചാനലിൽ നമ്മൾ ബാങ്ക് എക്സാമിനേഷന് വേണ്ടിയിട്ടും അതേപോലെ എൻട്രൻസ് എക്സാമിനേഷന് വേണ്ടിയിട്ടുള്ള സെഷൻസും കാര്യങ്ങളൊക്കെയാണ് നമ്മൾ കണ്ടക്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് പരിചയമുള്ള ആരെങ്കിലും ബാങ്ക് എക്സാമിനേഷന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ മെഡിക്കൽ എഞ്ചിനീയറിംഗ് എൻട്രൻസ് എക്സാമിനേഷന് വേണ്ടിയിട്ടൊക്കെ പ്രിപ്പയർ ചെയ്യണവരുണ്ടെങ്കിൽ യെസ്, അവർക്ക് നമ്മുടെ ഈ ചാനലിൻ്റെ ലിങ്കും കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ നമ്മുടെ ഈ ഒരു വീഡിയോസും കാര്യങ്ങളും നമ്മുടെ ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ പ്ലീസ് ഡു സബ്സ്ക്രൈബ്. അപ്പം നെക്സ്റ്റ് വേർഡ് ഓഫ് ദ ഡേ സെഷനിൽ നമുക്ക് വേറൊരു വേർഡും അതിനെ റിലേറ്റ് ചെയ്തിട്ടുള്ള കുറേ കാര്യങ്ങളൊക്കെ ആയിട്ട് വീണ്ടും കാണാം. അതുവരെ ബൈ.